ഒട്ടേറെ നടക്കപ്പെടേണ്ടതായ കാര്യങ്ങൾ, അത്രയേറെ ഡിസ്പ്യൂട്ടുള്ള വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ നടക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഗൗരവപരമായി ചിന്തിക്കേണ്ട അവസ്ഥാവിശേഷമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു. ഉദ്യോഗസ്ഥ മേധാവികൾ പലപ്പോഴും നടത്തുന്ന അലംഭാവം, അത് ഞാൻ ഏതെങ്കിലും ഒരു സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. സർക്കാരുകൾ മാറിയും മറിഞ്ഞും വരും. ചുവപ്പ് നാടയിൽ കുടുങ്ങി ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്ന് ഗൗരവമുഖ്യാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് പ്രതികരണശേഷി നശിച്ചു വരുന്നതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി ഇതിനെ കാണുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പുതിയ ജനറേഷൻ, പുതിയ ചെറുപ്പക്കാരികളിൽ പ്രതികരണ സ്വഭാവം ഇല്ലാതെ വരുന്നത് നമ്മുടെ രാജ്യം വളരെയധികം പിന്നോക്കം പോകുന്നതിന്റെ ഒരു ദുസൂചനയായി ഞാൻ കാണും. എന്തു സംഭവിക്കട്ടെ, നമുക്കെന്താണ്? നമ്മളെ നേരിട്ട് സ്പർശിക്കപ്പെടാത്ത വിഷയങ്ങളിൽ നമ്മൾ എന്തിനു പ്രതികരിക്കണം? ഞാനും നിങ്ങളും, പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാർ, അവർ പഠിച്ച് ആ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു വരാൻ തന്നെ 1-2 മാസം എടുക്കുകയും അവരെ തെറ്റായി തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിക്കുന്നതിൽ അഗ്രഗണ്യരായി മാറുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും കേരള സമൂഹത്തിന് ഒട്ടേറെ ഒഴുക്കുത്തുകൾ ഉണ്ടാക്കുന്നതിന് അപ്പുറമായി രാജ്യത്തെ ഭാവിയിലേക്ക് അതിവേഗം നയിക്കപ്പെടേണ്ടവർ ഏറ്റവും വലിയ അപരാധവും കുറ്റവുമാണ് ചെയ്യുന്നത് എന്ന് തന്നിടത്തോടുകൂടി പറയുവാൻ കെൽപ്പുള്ള യുവതലമുറ വളർന്നു വന്നെങ്കിൽ മാത്രമേ ഈ മാറ്റങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് എന്തുകൊണ്ട് ഒപ്റ്റോമെട്രിസ്റ്റ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ഈ കാര്യം പറയുന്നു എന്നത് താരതമ്യേന ഒരു ചെറിയ സംഘടന, ആ സംഘടനയുടെ പ്രശ്നങ്ങൾ പോലും വളരെ ഗൗരവത്തോടുകൂടി, ചെറിയ സംഘടനയാണെങ്കിലും അവർ പണിയെടുക്കുന്ന മേഖല ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവപരമായ ഒരു മേഖലയാണ്. ആ മേഖലയിലെ വിഷയങ്ങൾ തീർത്തും അവജ്ഞയോടുകൂടി നോക്കിക്കാണുന്നവർ ആരാണെങ്കിലും ശരി, അത് മന്ത്രിയാണെങ്കിലും അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും, അത് സംഘടനയോട് ചെയ്യുന്ന അപരാധമല്ല, മറിച്ച് പൊതുസമൂഹത്തോട് ചെയ്യുന്ന കുറ്റകരമായ അനാവസ്ഥയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എടുക്കുന്ന ദൗത്യത്തിന്റെ മെരിറ്റ് നോക്കിയായിരിക്കും പൊതുസമൂഹം നിങ്ങളോടൊപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും സംഘടനയുടെ വലിപ്പത്തെക്കാൾ ഉപരിയായി നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം, ആ ദൗത്യത്തിന്റെയും മുദ്രാവാക്യത്തിന്റെയും നെല്ലും പതിരും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഈ സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള നമ്മുടെ കഴിവ്, അത് ശരിയായ എന്ന് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അതിനുവേണ്ടിയുള്ള മുൻപോട്ടുള്ള പ്രയാണത്തിൽ ഏതറ്റം വരെ പോകാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 17 വർഷം മുൻപ്, 18 വർഷം മുൻപ് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു കാരണം, പാവപ്പെട്ട ഒരു അച്ഛനും അമ്മയ്ക്കും ദാരിദ്ര്യം പിടിച്ച ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഒരു കുട്ടിയായിരുന്നു ഈ ഓപ്റ്റോമെട്രിസ്റ്റ് അസോസിയേഷൻ. ഇന്ന് 17 വയസ്സായ വളരെ സുന്ദരിയായ എല്ലാം തികഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് കാണുന്നത്. കാരണം ഞങ്ങൾ തുടങ്ങിയ ആ സ്ഥിതിയിലല്ല ഇന്ന് അസോസിയേഷൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ അസോസിയേഷനിലെ മെമ്പർമാർ നിൽക്കുന്നത്. ഞങ്ങളെല്ലാം, ഞാൻ 1968 തിരുവനന്തപുരം സ്കൂൾ ഓഫ് ഓപ്റ്റോമെട്രി കോഴ്സ് പഠിക്കാൻ വന്നതാണ്.
അന്ന് അവിടെ പഠിച്ചിരുന്നവരെല്ലാം വളരെ പാവപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നു. ഞാൻ സർവീസിൽ കയറുമ്പോൾ 1971 സർവീസിൽ കയറുമ്പോൾ സംസ്ഥാനത്ത് ആകെപ്പാട് 8 റിഫ്രാക്ഷനിസ്റ്റുകളാണ് ഉള്ളത്. അതും അന്ന് 150 സ്കെയിലിന്. ഇന്ന് ഈ 17-18 വർഷം കൊണ്ട് നമ്മുടെ അസോസിയേഷന്റെ പരിശ്രമ ഫലമായിട്ട് അല്ലാതെ ആരും നമ്മളെ വിളിച്ചു തന്നതൊന്നും നമ്മുടെ കയ്യിലില്ല. തരാതിരിക്കാൻ വേണ്ടിയുള്ള ബാഹ്യസമ്മർദ്ദങ്ങളാണ് നമുക്ക് ഇന്ന് നേരിട്ട് വന്നിട്ടുള്ളത്. അതിലൊന്നും ഞങ്ങൾ ആരും കുണ്ഠിതപ്പെട്ടിട്ടില്ല, വിഷമിച്ചിട്ടില്ല. കാരണം കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. എന്ത് കിട്ടിയാലും ലാഭം, സന്തോഷം. അങ്ങനെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഗ്രേഡ് 2 നിന്ന് ഗ്രേഡ് 1 സീനിയർ ഗ്രേഡ് എന്നുള്ള ഗസറ്റഡ് തസ്തിക, അതിനു മുകളിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്നുള്ള ആ പോസ്റ്റ്, ഇങ്ങനെ ഇതെല്ലാം വന്നത് നമ്മളുടെ നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമാണ്. നമ്മൾ ഓരോരുത്തരെ പോയി കണ്ട് നമ്മുടെ മേൽ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും എല്ലാം കണ്ടിട്ട് നമ്മുടെ പ്രയാസങ്ങളും ഇതെല്ലാം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സിമ്പതി നമുക്ക് കിട്ടിയത് കൊണ്ട് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നുള്ളത്. The prize is ₹800 sponsored by Styler Opticals MP Road Candidate and Memento sponsored by Abraham Burgess with an overseas optometrist. The third prize goes to Mary Steffi De Cruz and Divya GD for the optometry students from Medical College, Kottayam. Prize is ₹600 plus Memento. Thank you, Dr. Tuki. Srimati Ambuja Omana Cherian. Natsamma. Srimati Omana Cherian. We are present in over 150 countries and associated with over 5 lakhs of patients. We have over 5 revolutionizing the Indian market through our brands, products and technologies. We are creating awareness. കാര്യങ്ങൾ സാധിക്കാനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അസോസിയേഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ എല്ലാ ഭാവങ്ങളും സ്ഥാപനമായ browsecamera.com ആണ് ഇത് ചെയ്യുന്നത്. ഈ വർഷം മുഴുവൻ ഈ ദൃശ്യങ്ങൾ സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. അഡ്രസ് ഒന്നുകൂടി പറയുന്നത് browsecamera.com. ഞാൻ കടക്കുന്നു. ഇന്ന് നമുക്കിവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിച്ച നമ്മളിൽ നിന്ന് ഈ കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്യും എന്ന നമ്മുടെ ക്ഷണപ്രകാരം വന്ന് ഇന്ന് ഈ ചെയർ അലങ്കരിക്കുകയും ചെയ്ത ശ്രീമതി സൂസൻ മലയിൽ മാഡത്തിനെ പ്രത്യേകിച്ച് ആരോടും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മാഡത്തിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാഡത്തിന്റെ എന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ സംഘടനയുടെ പേരിൽ ഞാൻ നന്ദിയുടെ ഭൂഷണ്ടുകൾ അർപ്പിച്ചുകൊള്ളുന്നു. ശ്രീമൻ മോഹൻ ജോസഫ്, നിങ്ങൾ കണ്ടു, ഇത്രയും തിരക്കുള്ള മനുഷ്യനായിട്ട് പോലും കൃത്യസമയത്ത് തന്നെ വന്ന് അദ്ദേഹം വളരെ തിരക്കുള്ള ഓട്ടത്തിലായിരുന്നു. അത് നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ നമ്മളോട് പറഞ്ഞതാണ്. എന്നിരുന്നാൽ കൂടി കൃത്യസമയത്ത് എത്തുകയും നമ്മളുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും നിങ്ങളോട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തോട് എന്റെ പേരിലും സംഘടനയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ നിങ്ങൾ കണ്ടു ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, പത്മശ്രീ ടോണി ഫെർണാണ്ടസ്, അദ്ദേഹം വന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തുകയും അദ്ദേഹം പൊന്നാട നമ്മൾ അറിയിച്ചു. അദ്ദേഹത്തിന് നമ്മളുടെ സ്നേഹോപഹാരങ്ങൾ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അതിൽ നിന്ന് ഒരുപാട് സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് എപ്പോഴും കുറച്ച് പേർ ഇതിനിടയിൽ നിന്ന് നമുക്കറിയാം, എല്ലാവരും പറയാറുണ്ട് നമ്മളുടെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച്, നമ്മുടെ സബ്ജക്റ്റിന്റെ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യകതയും ഇത്തരണത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നോക്കം പോകാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ട്. അതുകൊണ്ട് മുന്നേറി വരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഒപ്പം അദ്ദേഹം ഒപ്റ്റോമെട്രി ക്ലബിന്റെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിലെ വാഗ്ദാനങ്ങൾ കൂടി നമ്മളൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ പേരിൽ, എന്റെ സ്വന്തമായ പേരിൽ, സംഘടനയുടെ പേരിൽ ഞാൻ നന്ദി